നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്. അർജുന്റെ ചിതിയെരിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് മനാഫിനെതിരെ കണ്ണാടിക്കലിലെ കുടുംബം രംഗത്ത് വന്നത്. വൈകാരികത ചൂഷണം ചെയ്തുള്ള മാർക്കറ്റിംഗ് നിർത്തണമെന്ന് അഭ്യർത്ഥന. ഒടുവിൽ നിയമ നടപടി. വർഗീയ അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത്. എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഒന്നൊന്നായി തള്ളുകയാണ് ലോറി ഉടമ മനാഫ്. കുടുംബം തെറ്റിദ്ധരിച്ചെന്നും അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും വിശദീകരണം. ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആരെടുത്തുനിന്ന് 1 റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കൂ, കല്ലെറിഞ്ഞു കൊന്നാളേണ്ടി. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലും ഉത്തരമുണ്ട്. അവിടെ ഒരു മാധ്യമ പ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം, അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ. തന്റെ പെരുമാറ്റം അർജുന്റെ കുടുംബത്തിന് മോശമായി തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് മനാഫ്. വിവാദങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ എന്നും മറുപടി. ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എന്താ പറയുക, എൻ്റെ ശൈലി ഇങ്ങനെയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നിരപരാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. കഴിഞ്ഞ് മനാഫിന് പിന്തുണയുമായി സഹോദരനും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. ഈ വാഹനത്തിന്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. പ്രവർത്തനങ്ങൾ ഓരോന്നും അർജുന്റെ കുടുംബത്തെ അറിയിച്ചുവെന്ന് വ്യക്തമാക്കി ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.